We need guns. Lots of guns. ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻസൺ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറഞ്ഞിട്ട് സീരീസ് കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ജോൺ വിക്കിൻ്റെ ആ ഒരു വേൾഡിൽ നിന്നുള്ള സ്റ്റോറിയാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ളത് ജോൺ വിക്കിൽ കാണിച്ച വിൻസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്, ഹെഡ് ഓഫ് കോണ്ടിനെൻ്റൽ. അപ്പോൾ ആളെങ്ങനെയാണ് ഹെഡ് ഓഫ് കോണ്ടിനെൻ്റൽ ആയി എന്നുള്ള സ്റ്റോറിയാണ് ഇതിൽ കാണിക്കുന്നത് ഈ ഒരു സീരീസിൽ. ഇതിൽ ഹെഡ് ഓഫ് കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള കോർമാക്കാണ്. കോർമാക്കിൻ്റെ അടുത്ത് നിന്ന് ഒരു കോയിൻ പ്രസ് നൈസായിട്ട് ഫ്രാങ്കി സ്റ്റീൽ ചെയ്യും. ഈ ഫ്രാങ്കി എന്ന് പറയുന്നത് മുന്നത്തതിലെ വിൻസല്ലേ, മൂപ്പര അനിയനാണ് ഫ്രാങ്കി. സോ ഫ്രാങ്കിനെ നോക്കിയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കോർമാക്ക് എന്ത് ചെയ്യും, വിൻസനെ നൈസായിട്ട് പൊക്കും. അപ്പോൾ വിൻസന് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവും. വിൻസന് മനസ്സിലാവും അനിയൻ ഡേഞ്ചറിലാണെന്ന്. സോ സ്വാഭാവികമായിട്ടും ബ്രദറിനെ രക്ഷിക്കാൻ വിൻസൻ പോവും. അങ്ങനെ വിൻസൻ പോകുന്ന അവിടെ വരുന്ന കുറച്ച് ആക്ഷൻ സീൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഫ്രാങ്കി ആ സ്റ്റീൽ ചെയ്യുമ്പോൾ ഒരു കിട്ടുന്ന ആക്ഷൻ ഉണ്ടാവും. പിന്നെ ലാസ്റ്റിലേക്ക് ഒരു കാർ ചേസ്, അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ ഇതിൽ കാര്യമായിട്ട്. ഈ ഒരു സ്റ്റോറിയാണ് മെയിനായിട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് ജോൺ വിക്ക് കണ്ടതിൻ്റെ ആ ഒരു ഫീല് എനിക്ക് തീരെ ഇതിൽ തോന്നിയിട്ടില്ല. സോ ഇതിൽ സ്റ്റോറി പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ ആക്ഷനായിരിക്കും പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ ആക്ഷൻ പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ഫസ്റ്റിലും ഉണ്ട്, കുറച്ച് ലാസ്റ്റിലേക്കും ഉണ്ട്, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൽ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ബാക്കി 2 എപ്പിസോഡും കൂടി വരാനുണ്ട്. അതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇതിൽ ജസ്റ്റ് ബ്രദേഴ്സിൻ്റെ കഥ പറയുന്ന സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബ്രദേഴ്സ് ഇൻ ആംസ് എന്നാണ് ഈ ഒരു എപ്പിസോഡിന് കൊടുത്തിരിക്കുന്നത്. ബാക്കി എപ്പിസോഡ് സെപ്റ്റംബർ 29-നും ഒക്ടോബർ 6-നാണ് ഇറങ്ങുന്നത്. അവിടെ ഇവിടെയും ചെറിയ ചെറിയ റെഫറൻസ് കാണിക്കുന്നുണ്ട് ജോൺ വിക്കിൻ്റെ, അതായത് സ്ഥലം അങ്ങനെയൊക്കെ. ഇതിൽ പിന്നെ പോലീസ് ഉണ്ട്. ഇതിലൊരു ഇവരെ ചേസ് ചെയ്തിട്ടൊരു പോലീസ് പോകുന്നുണ്ട്. പോലീസ് തന്നെയല്ലേ ആ കോപ്സ്. ഇതിലൊരു ട്വിൻസിനെ കാണിക്കുന്നുണ്ട്. എൻ്റെ മോനെ, എൻ്റെ പൊന്നളിയാ, ഞാൻ ആ ടീമിനെ കാണുമ്പോൾ ഓരോ ഇങ്ങനെ ചില ഒരു കിടിലൻ ആക്ഷൻ കഴിഞ്ഞിട്ട് ഇവരെ കാണിക്കുകയും ചെയ്യുക, ജസ്റ്റ് ഒരു സൈലൻ്റായിട്ട് ഇവരെ കാണിക്കുകയും ചെയ്യുക. പക്ഷെ എൻ്റെ പൊന്നടിയെ, ഞാൻ ചിരിച്ച് മരിച്ചിക്കണ്. ആ ട്വിൻസ് മറ്റേ അസാസിനേറ്റ് ചെയ്യാൻ കൊണ്ടുപോകണതാണ് കുറച്ച് ടീംസിനെ. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അവരെ കോലം കണ്ടിട്ട് ഞാൻ ചിരിക്കുകയായിരുന്നു. എനിക്ക് കോമഡി ആയിട്ട് തോന്നി ആ സീനൊക്കെ. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. അല്ലാതെ നിങ്ങൾ ജോൺ വിക്ക് വിചാരിച്ച് ഒരിക്കലും ഇത് പോകരുത്, അതേ ഞാൻ പറയാനുള്ളൂ. ബാക്കി ഇത്രയേ ഉള്ളൂ. പിന്നെ മൊത്തമായിട്ട് എനിക്ക് റിവ്യൂ ഇടാൻ ഞാൻ ആയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, ബൈ.